ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസ് ചെയ്യാൻ വന്നിട്ടുള്ളത് സൗണ്ട് റാഫിൻ്റെ EFX12 എന്ന് പറയുന്ന ഒരു അനലോഗ് കൺസോളാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് കൺസോളിനകത്തുനിന്ന് ഒരു പുക വന്നു, പിന്നെ ഇത് ഓൺ ആവുന്നില്ലെന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അഴിച്ചു നോക്കാം. ഈ കൺസോളിൻ്റെ പവർ സപ്ലൈ അഴിച്ചെടുക്കണമെങ്കിൽ ഇതിൻ്റെ ബോർഡ് മൊത്തം നമുക്ക് ഊരിയെടുക്കണം. പവർ സപ്ലൈ എന്തായാലും നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ തന്നെ ഇതിനകത്ത് കുറേ റെസിസ്റ്ററൊക്കെ കത്തിയിരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിവശത്തെ ഭാഗം എന്തായാലും നല്ല കത്തി കാണും. ഈ മിക്സറിന് മാത്രമുള്ളൊരു പ്രശ്നമാണ്, ഇതിൽ പവർ സപ്ലൈക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പട്ടപ്പട്ടയെ ഇതിൻ്റെ പ്രിൻ്റെല്ലാം കത്തിപ്പോവും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് മൊത്തം ഷോർട്ടാണ്. ഫിൽറ്റർ കപ്പാസിറ്ററിന് അവിടെ മുതലേ ഷോർട്ടാണ്. അതുപോലെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ അവിടെ എല്ലാം കത്തിയിരിപ്പുണ്ട്, അതും എന്തായാലും ഷോർട്ടായി കാണും. എന്തായാലും നമുക്ക് എന്തായാലും നമ്മൾ കണ്ണുകൊണ്ട് കണ്ട എല്ലാ സാധനങ്ങളും കത്തിയിരിക്കുന്ന എല്ലാം നമുക്ക് അഴിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം മൾട്ടിമീറ്റർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത്രയും സാധനങ്ങൾ പോയതാണ്. ഈ കമ്പോണൻസ് എല്ലാം നമുക്ക് പുതിയ റീപ്ലേസ് ചെയ്യണം. ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ, ഒരു PWM IC, ഒരു മോസ്ഫെറ്റ്, 4 റെസിസ്റ്റർ, ഇത്രയാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഇതിനകത്ത് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്ന ഒരു 1 ആമ്പിയർ ബ്രിഡ്ജ് റെക്ടിഫയറാണ് റൗണ്ട് ടൈപ്പിലിരിക്കുന്നത്. പിന്നെ മോസ്ഫെറ്റ് യൂസ് ചെയ്തേക്കുന്നത് 13N16 എന്ന് പറയുന്ന ഒരു മോസ്ഫെറ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ PWM IC വരുന്നത് 3842 എന്ന് പറയുന്ന IC ആണ് ഇതിൻ്റെ PWM. ഷോർട്ടായി പോയ കമ്പോണൻ്റ് എല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ചെയ്ത് ബോർഡിലെല്ലാം നോക്കുമ്പോൾ ഷോർട്ടും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. എന്തായാലും നമുക്ക് ഇതിന് സപ്ലൈ കൊടുത്തിട്ട് എന്തായാലും ഔട്ട്പുട്ട് വരുന്നുണ്ടോ നോക്കാം. സപ്ലൈ കൊടുത്തിട്ട് ഷോർട്ടും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. എന്തായാലും നമുക്കതിൻ്റെ വോൾട്ടേജ് ഒക്കെയാണ്. അതിൻ്റെ ഇൻപുട്ട് ഫിൽറ്റർ കപ്പാസിറ്ററിൽ 230 വോൾട്ട് ഫിൽറ്റർ ചെയ്ത് DC നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതെന്തായാലും പ്രോപ്പറായിട്ട് കിട്ടുന്നത്. എന്തെങ്കിലും ഷോർട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗൺ ആയാൽ, അല്ലെങ്കിൽ നമുക്ക് സീരിയൽ ബൾബ് എന്തായാലും ഗ്ലോ ചെയ്തായിരുന്നു തന്നെ. ഔട്ട്പുട്ട് നോക്കുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് എല്ലാം പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. SMPS എന്തായാലും കറക്റ്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് വരുന്നുണ്ട്. നമുക്കങ്ങനെ ബ്ലിങ്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കൺസോൾ വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് എന്തായാലും സ്റ്റഡിയായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇത് കൺസോളെ കൊടുത്ത് നോക്കാം. കൺസോളെ കൊടുത്ത് നോക്കുന്ന സമയത്തും കൺസോൾ ഓൺ ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ബ്ലിങ്കിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്തായാലും നമുക്കിതെല്ലാം പഴയ പോലെ തിരിച്ചെല്ലാം കറക്റ്റ് ഫിറ്റ് ചെയ്തിട്ട് ഇതെന്തായാലും സപ്ലൈ കൊടുത്ത് നമുക്ക് എന്തായാലും ഓണാക്കി നോക്കി ട്രാക്ക് ഇട്ട് നോക്കാം. അപ്പോൾ കൺസോൾ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.